അങ്ങേറ്റം പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ്. റിക്രൂട്ടിംഗ് ബോർഡ്, അതായത് ഇവിടെ ദേവസ്വങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റിക്രൂട്ടിംഗ് ബോർഡ് ഇവിടെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർക്കാർ നിയമിച്ചിട്ടുള്ള റിക്രൂട്ടിംഗ് ബോർഡിലെ അംഗങ്ങൾ അവരായി തെരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യരായ ആളുകളെ കേരളത്തിലുള്ള അമ്പലങ്ങളിലേക്ക് ഉദ്യോഗത്തിന് കഴകമായാലും ശാന്തിയായാലും ക്ലാർക്കായാലും ഇതിലേക്ക് വേണ്ടി പരിശീലനം ചെയ്തിട്ടുള്ള അറിവുള്ള തിരിച്ചറിവുള്ള ഇവിടെ തെരഞ്ഞെടുത്ത് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് അയക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഈ ഗവൺമെന്റ് വന്നതിൽ പിന്നെയാണ് ഇങ്ങനെ റിക്രൂട്ടിംഗ് ബോർഡ് ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു വേക്കൻസി വന്നു കഴകത്തിന്റെ. ആ കഴകത്തിന്റെ വേക്കൻസി വന്നപ്പോൾ അവിടത്തേക്ക് പോസ്റ്റ് ചെയ്തത് കഴകം തെരഞ്ഞെടുപ്പിൽ എടുത്ത ഒരു ഈഴവനായിരുന്നു. ആ ഈഴവനെ അവിടെ നിയമിച്ചപ്പോൾ ആ കഴകക്കാരൻ ഈഴവനായതുകൊണ്ടും മാത്രമല്ല കഴകത്തെ എടുക്കേണ്ടത് അവിടെ വാര്യ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അവരിൽ നിന്ന് അവരാണ് എടുക്കുന്നത് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് നിയമിച്ച്, അതായത് സർക്കാർ ബോഡിയാണെന്ന് വിചാരിച്ചോളാം. ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് സർക്കാരിന്റെ ഒരു പരിധിവരെ നിയന്ത്രണത്തിലും സർക്കാർ നിയമിക്കുന്ന റിക്രൂട്ടിംഗ് ബോർഡ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആരായാലും അവർ സ്വീകരിക്കേണ്ടതിന് പകരം അവിടുത്തെ തന്ത്രിമാര് അവരെ അവിടെ പണിയെടുക്കാൻ അവസരം കൊടുക്കാതെ, കഴകത്തിന്റെ പണി എടുക്കാൻ അവസരം കൊടുക്കാതെ നിൽക്കുകയും അമ്പലത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടത്താൻ ഇരുന്ന് അതൊരു സ്ട്രൈക്ക് പോലെ വന്നപ്പോൾ കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ അവിടെ പഠിക്കുന്നവര് ഇടപെട്ട് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പോലെ ഈ കഴകംകാരനെ ഓഫീസിലേക്ക് മാറ്റിയിട്ട് മറ്റൊരു വാര്യനെ അവിടെ വെച്ചുകൊണ്ട് തൽക്കാലം സമരം ഒഴിവാക്കിക്കൊണ്ട് ആ പ്രതിസന്ധി താൽക്കാലികമായി ഒഴിവാക്കി. പക്ഷെ എന്നാൽ തന്നെയും ആ താൽക്കാലികമായ പ്രതിസന്ധി ഒഴിവാക്കി ഈ ഉത്സവം കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒഴിവാക്കി കഴകംകാരനായി നിയമിച്ച ആളിനെ കഴകംകാരനായി തന്നെ അവിടെ നിയമിച്ചിരിക്കും, തിരികെ കൊണ്ടുവന്നിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ്. അവിടെ എന്ന് വെച്ചാൽ ഈ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ഭരണാധികാരികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരവും അറിവും അങ്ങനെയാണ്. അങ്ങനെ പ്രതീക്ഷിക്കും നമ്മൾ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ക്ഷേത്രങ്ങളിലുള്ള ചില അവകാശം പറഞ്ഞുകൊണ്ട് സർവാധിപത്യം സ്ഥാപിക്കുവാൻ ഇന്ന് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ ജനാധിപത്യ യുഗത്തിൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയും ഇതുപോലുള്ള ക്ഷേത്രത്തിലെ അവകാശികളെന്നും അധികാരികളെന്നും ആരും തെരഞ്ഞെടുക്കപ്പെടാത്തവര് അവര് പൂർവാചാരപ്രകാരം അവർക്ക് കിട്ടിയ അവകാശമെന്ന നിലയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങൾക്കും എതിരായി ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ജാതി വിവേചനം, അതായത് ഭാര്യയാകാവോ ഈഴവൻ പാടില്ല എന്ന് കൽപ്പിച്ചു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഒരു ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഹിന്ദു ഐക്യത്തെ തകർക്കുവാൻ ഒരു കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഈ അല്പപ്രാണികളായ 4 പേര്. കേരളത്തിലെ മഹാഭൂരിപക്ഷങ്ങളും ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഹിന്ദുക്കളുടെ ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തെ കേരളത്തിലെ ഹിന്ദുജനങ്ങൾ ഒന്നാകെ ഇതിനെ ഉണർന്നു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ഇത്തരം പ്രവണതകൾ ഇനി കേരളത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ ചാതുർണ്യത്തിന്റെ ഉച്ഛിഷ്ടങ്ങൾ, എല്ലും കഷ്ണങ്ങൾ മാന്തിയെടുത്ത് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് പഴയ വ്യവസ്ഥിതിയും പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം ചാതുർണ്യ വ്യവസ്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സവർണ തമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ
ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഒരു അമ്പലത്തിൽ നിന്നല്ല, ഈ സമൂഹത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്ന് ഉടൽമാണിക്യം ക്ഷേത്രത്തിലെ ഒഴിവാക്കുക, നിർബന്ധിതരാക്കുക, അതിന്റെ ഉപദേശികൾ അല്ലെങ്കിൽ അവകാശക്കാരെന്ന് പറയുന്ന ക്ഷേത്ര അധികാരികളെന്ന് പറയുന്ന പേരിൽ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മാതൃകാപരമായ ഒരു ജാതിഭേദം ഇല്ലാതെ മതദ്വേഷമില്ലാതെ ഹിന്ദുക്കൾക്ക് പോലും ഇന്ന് ജാതിയുടെ പേരിൽ പിന്നോക്കമെന്നും മുന്നോക്കമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വക തിരിച്ചു നിർത്തിക്കൊണ്ട് മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. നടപടി വേണമെന്ന് പറയുന്നത് ഈ ജാതി വിവേചനം നടത്തി സമരം നടത്തുന്ന തന്ത്രിമാർക്കെതിരെയാണ്. അതെ, ഈ അയിത്തം എന്ന് പറയുന്നത് ഇപ്പോ വേറൊരു അർത്ഥത്തിൽ ഇതും അയിത്തം തന്നെയാണല്ലോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതല്ലേ? അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് തെറ്റായ നടപടിയല്ലേ? അതിൽ പറയുന്നുണ്ടല്ലോ, താൽക്കാലികമായി എങ്ങനെയെങ്കിലും ആ അമ്പലത്തിൽ സമരം ചെയ്ത് ആ പ്രതിഷ്ഠ നടത്തി ആ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായി ചെയ്തതാണ്. അടുത്ത ദിവസം തന്നെ ഈ ഈഴവനെ തിരികെ കൊണ്ടുവന്ന് കഴകക്കാരനായിട്ട് തന്നെ നിയമിച്ചിരിക്കുമെന്ന് ഒരു പ്രസ്താവനയുടെ വിവരം കിട്ടിയിട്ടുണ്ട്. പ്രാദേശികമായി ഞങ്ങൾ നേതാക്കന്മാർ പോയി സംസാരിച്ചപ്പോഴും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായും നടപ്പിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ മാറിയാൽ തന്നെയും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇവിടെ ഒരു നിയമവും ചട്ടങ്ങളും ഉണ്ട്. എന്തെല്ലാം കീഴ്വഴക്കങ്ങളുടെ മാറി. നിങ്ങൾക്ക് നിയമമല്ലേ? ആനയുണ്ടായിരുന്നു, പടയനിയുണ്ടായിരുന്നു കണിച്ചുണക്കലിൽ. ഇപ്പൊ ആനയുണ്ടോ, പടയനിയുണ്ടോ? കാലഘട്ടം അനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ, ആചാരങ്ങൾ വരുന്നു. ആചാരങ്ങൾ വേണം, ദുരാചാരങ്ങൾ ഇല്ലാതാക്കണം. തന്ത്രിമാരാണെന്ന അവകാശവാദം പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളുടെ എല്ലാം സർവാധിപത്യം തന്ത്രിമാരുടെ കയ്യിലാണെന്നുള്ള ദുഷ്ടചിന്ത വെച്ചു പുലർത്തുന്ന തന്ത്രിമാരെ നിലത്ത് നിർത്താൻ സർക്കാർ സാധിക്കണം. ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡാണ്, സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണവും ഭരണങ്ങളും എല്ലാം തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരണം. അല്ലെങ്കിൽ സർക്കാർ ഉപദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമിച്ചിട്ടുള്ള അവിടുത്തെ ബോർഡിന്റെ കീഴിൽ വരണം. അതല്ലാതെ തന്ത്രിമാരാണ് ഇതിന്റെ സർവാധികൾ എന്നുള്ള അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് തന്ത്രിയായാലും, അവിടെ 6 തന്ത്രിമാരിൽ 5 തന്ത്രിമാരെ ഒന്നിച്ചു നിൽക്കുകയും മറ്റൊരു തന്ത്രി ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചും ആണ് അവിടെ കണ്ടത്. എന്തുമാകട്ടെ, ഈ വിയോജിപ്പ് ഒന്നു തന്നെ ഉണ്ടായാലും തന്ത്രിമാരാണ് ഒരു ക്ഷേത്രത്തിന്റെ സർവാധിപത്യം അവരുടെ കയ്യിലാണെന്നും അവർ കൽപ്പിക്കുന്നതനുസരിച്ച് എല്ലാം നടന്നോളണമെന്നുള്ള ആ ദുഷ്ടചിന്ത കാലഹരണപ്പെട്ട ഒരു ചിന്തയാണ്. കാലഹരണപ്പെട്ട ചിന്തയെ ഉപേക്ഷിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് കാലത്തിനനുസരിച്ച് ഉയരാനും പ്രവർത്തിക്കുവാനുള്ള ചിന്തകളാണ് ഇന്ന് വർത്തമാനകാലത്ത് വേണ്ടത്.